ചെയ്തോണ്ടോ നാരായണ ചേച്ചി ഇന്നിട്ട് ഉടുപ്പായത് കേട്ടോ. ഞാൻ പോയി നോക്ക്. നാരായണ ഇത് കണ്ടല്ലോ. വേണ്ടല്ലോ, വേണ്ട വേണ്ട, ചോക്ലേറ്റ് വേണ്ട, ഒക്കെ വേണ്ട. നീ അവിടെ പഠിക്കാനോ ഇവിടെ നോക്കൊണ്ട് കൊടുത്തത്. ബുക്കൊന്ന് തുറന്ന് ഇതായി കൊടുത്തോടി. അല്ല അതെല്ലാം കേൾക്കത്തില്ലല്ലോ. എടി ഒന്ന് എടുത്തു കൊടുത്തേ. പിടിച്ചോ. ശകലം എന്ത് കുക്കറിനകത്ത് ഇടാം. അമ്മ ആ ആള് കുത്തിക്കറിയായി ആളത് അവിടെ കാല കുത്തിക്കറിയാലോ. ഇതാണ് ടേബിൾ ഉണ്ടാക്കുവാണോ? ടേബിൾ ഉണ്ടാക്കുവാണോ? ആന്ന് വെച്ചാ എന്തിനാ പിന്നെ പല്ലീനെ പഴട്ട വല്ലതും കൊണ്ട് പിടിച്ചു വേണം. പല്ലിയെ പാറ്റയെ കണ്ട് പിടിക്കുന്ന ചുമ്മാ സിനിമയ്ക്കകത്തെ പോലെ, തെലുങ്ക് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ ഒരു കൊള്ള വലിയ അലറും. എന്നിട്ട് നായകൻ ഓടി വരുമ്പോ ബാത്റൂമിൽ എവിടെയൊക്കെ ചെറിയ പല്ലിയായിരിക്കും. അയ്യേ, ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെയൊന്നുമില്ല. ഈ മിഷൻ കളഞ്ഞെന്നും പറഞ്ഞോണ്ടെങ്കിൽ എന്നെ എന്തെല്ലാമായി വർഷങ്ങളോളം തെറി പറയുന്നത്. ഇപ്പൊ ഒരു മേശ കിട്ടിയോ? മിഷൻ ഉള്ളത് കൊണ്ടല്ലേ. ടേബിള് ഓക്കെ. അയ്യോ അതല്ല, അത്യാവശ്യം നല്ലതല്ലോ. ഇരിക്കാൻ പറ്റത്തില്ല. എവിടെ വെക്കാനാ? പിന്നെ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ ഞാനത് കാണാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു. അങ്ങനെ പറ്റത്തില്ല. എനിക്കൊരു സംഭവം പണ്ടാ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കൊരു ആശ തരരുത്. എനിക്ക് കുഴപ്പമില്ല. അത് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ചേട്ടാ, മറ്റേ ആരവല്ല ഒരു സാധനം ഇങ്ങനെ ഒട്ടിക്കൂലായിരുന്നു, ഒരു മറ്റേ ടാർ പോലത്തെ സാധനം. കൊച്ചൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോഴേ, കൊച്ചല്ല കൊച്ചിന് കുറച്ചുകൂടെ വെളിവുണ്ട്, എനിക്ക് അത്രയും വെളിവില്ല. ഓക്കെ. 1-ാം തീയതി ആരും കേറിയില്ല മോനെ. ഇവിടെ 1-ാം തീയതി ആരും കേറിയിട്ടില്ല. 2-ാം തീയതി ഇവിടെ ആരും വന്നിട്ടില്ല. 3-ാം തീയതി ആരും വന്നിട്ടില്ല. 3-ാം തീയതി വന്നു. ഇതൊക്കെ നമ്മളെ ശേഖരത്തിലുള്ള എവിടെ വെക്കുന്നതെന്ന് എനിക്കത് അത് കാണാൻ വേണ്ടി ആലോചിക്കട്ടെ.
ആ ചെരുപ്പിടാണോ പോകുന്നത്? ചെരുപ്പിടാൻ പോയപ്പോ ചേട്ടാ ചെരുപ്പിടാതെ പോയി എനിക്ക് എന്താ വിഷമമുള്ളത് കൊണ്ടാണെങ്കിൽ വെറുതെയാ. അവന് ചെരുപ്പിട്ട അവനോനും ഉള്ള എനിക്ക് എന്നാ ഇതാ. ഞാനിത് പണ്ടോട്ടാ കാണുന്നത് ചെരുപ്പില്ലാതെ ഇങ്ങനെ നടക്കുന്നത്. എനിക്കത് വലിയ വിശ്വാസമുള്ള വലിയ വിഷയമുള്ള കാര്യമല്ല. ചെരുപ്പിടുവോ ചെരുപ്പിടാതിരിക്കോ ഡ്രസ്സ് ഇടുവോ ഇടാതിരിക്കോ കേട്ടല്ലോ. ആ രണ്ടെണ്ണം തന്നെ വഴിക്ക് പോകുന്നല്ലേ. പപ്പായ്ക്ക് ഇച്ചിരി ഇറച്ചിക്കറി കൊണ്ട് കൊടുക്കാനാണ്. എന്തേറ്റി സമയം പോയി. മിനിറ്റുണ്ട്. കണ്ണ് വിധിയല്ലേ ഞാൻ വേണ്ടായിരുന്നോ? പിന്നെ ഞാനല്ലേ വിധിയെ. അത് ഇതുവരെ പോയില്ല. അതനുസരിച്ച് അങ്ങനെയാണോ? കുളിയുടെ ആണോ അതോ കണ്ണിൻ്റെ ആണോ? കപ്പയും ബീഫും. പോയിട്ടാ ഫോൺ മൈ ഫോൺ ഫോൺ മാത്രമല്ലേ. വിട്ടുപോയി. എല്ലാം പെട്ടെന്നായിരുന്നു. ഇല്ല എനിക്കൊരു ബാഗ് മേടിക്കാൻ വേണ്ടി തപ്പിയിട്ട് ഇതുവരെ കിട്ടിയില്ല. നിനക്കല്ലേ എൻ്റെ കാര്യം. എന്നോടാ നിനക്കിപ്പോൾ പറഞ്ഞ പുതിയ കിട്ടിയായിരുന്നല്ലോ. അത് എടുത്തോണ്ടിരാൻ പറ്റായിരുന്നോ? മഴ മഴ മഴ. അയ്യോ എന്നെയും കൂടെ കയറ്റോ. സത്യം പറഞ്ഞാൽ നല്ല ഡ്രസ്സാണ്. നല്ല രസമുണ്ട് ഡ്രസ്സ്. പക്ഷെ ഏതൊരു സ്കൂളിലെ യൂണിഫോം ഉണ്ട് ഇതുപോലെ. KKJമിലാന്ന് തോന്നുന്നു. ആന്നു പാൻറ് കാക്കി ക്രീം കളർ ഷർട്ട് എല്ലാം കൊള്ളാം. ആ ബാഗ് ഒഴിച്ച് പിന്നെ ചെരുപ്പിച്ചിട്ട് കഴിയാലും കുഴപ്പമില്ല. പിന്നെ ജാടയ്ക്ക് എൻ്റെ ഫോൺ തന്നിട്ട് പറയണം എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഉള്ള കാര്യം പറയട്ടെ. സുന്ദര അടിപൊളിയാണല്ലോ. ആ ചെരുപ്പ് കഴുകിയിട്ടില്ല, ചള്ളയുണ്ട്. പിന്നെ ബാഗ് കാറ്റുമ്പലടിച്ചു. കഴിഞ്ഞിട്ട് 3 ദിവസമില്ലേ? 5 ദിവസം വരെ ശബരിമല ഉണ്ട്. മഴ ഉറങ്ങരുത്. അപ്പോൾ അയ്യപ്പന്മാരിങ്ങനെ വരും. മഴ ഉറങ്ങുന്നുണ്ട്. അന്ന് തന്നെ ഇവിടെ അറിയാം വണ്ടി കാണും. വിളിച്ചപ്പോൾ എന്നാ മോളെ അരുൺ 46 വയസ്സ്. പുള്ളി മരിച്ച. പക്ഷെ ബാക്കറ്റി കാണാൻ അപ്പുറത്ത് അടിക്കും. പിന്നെ ഞായറാഴ്ച ആരും ഇല്ലേ? പക്ഷെ ആ രസം ഇവിടെ കാണത്തില്ല. കാണത്തില്ല, നമുക്ക് കാണത്തില്ലയോ? വെള്ളം ഒഴിക്കുന്നതാണ്. ഫോൺ മൊത്തം വെള്ളത്തിലായി നടക്കുന്നില്ല. ഇവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർ. എവിടെയാണ് എന്നാ ഈ പറയുന്നത്? ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അതല്ല വണ്ടിയുടെ ഞാൻ ചോദിക്കുന്നത് അതല്ല. എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേരെന്തുവാ? കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർന്ന് മാത്രമേ ഉള്ളൂ.
ഞാനൊരു സ്ഥലം കോളേജ് ഓക്കെ, എഞ്ചിനീയറിംഗ് ഓക്കെ, സ്ഥലം അല്ല പേർ അങ്ങനെ ഉള്ളൂ. മഴ മൂത്ത് വരുവാണല്ലോ. ഇമാര് പിന്നെ അടച്ചില്ലോ ഗേറ്റ്. ഇമാർക്ക് തന്നെ ഓരോ ദിവസവും ഓരോ സ്വഭാവമാണ്. എന്നെ വന്ന് മൂപ്പിക്കാൻ വേണ്ടി പറയുന്നത് അവർ ചെയ്യുന്നതാണ്. ഒരു സുഖം, ഒരു മനസ്സുഖം. ഇതിനെ കയറ്റി എന്നെ അങ്ങോട്ട് കയറ്റിവിടും. ഞാൻ അതിൽ എങ്ങനെ പോട്ടെ. അത് ഞാൻ പോയിക്കൂടെ? മഴ ചതി. അതേ പോന്നു. എവിടെയാ പറ്റുന്നത്? ആ ശരി. ഒരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. നിന്നെ കണ്ടിട്ടുണ്ടോ ഇടയ്ക്ക് ഇവിടെ വെച്ച്? കണ്ടപ്പാലുള്ള പെണ്ണെ. ഇപ്പം നിന്നെ നോക്കി നീ മൈൻഡ് ചെയ്യാൻ പോകുന്നു. നീ കണ്ടില്ലോ? നീ കണ്ടില്ലേ ഞങ്ങളെ? ഞാൻ എപ്പുറത്തോളം ചാടി വരും. ക്യാമറ ഇതായിരിക്കും മിക്കവാറും അങ്ങാട്. അതെ കയറിക്കും. അയ്യോ എനിക്ക് സൈഡിൽ നനയുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഇഷ്ടമുള്ള നമ്മൾ എപ്പോഴും ചെയ്യരുത്. അതാ ഞാൻ ചേട്ടോട് പറഞ്ഞു. ചേട്ടയ്ക്ക് ഇഷ്ടം ഉണ്ടല്ലോ, അങ്ങോട്ട് ചേട്ടൻ ഇവിടെ വീഡിയോ എടുക്കാൻ മഴയത്താ. ഓക്കെ ഓക്കെ. മോഹൻലാൽ കണ്ണെഴുതിയ പോലെ ഉണ്ട് കേട്ടോ. വേണ്ട, കാശില്ല, ചില്ലറയില്ല, പൈസ ആയിട്ടില്ല. അതാ പൈസ ഇല്ല. ഇത് കണ്ടോ, കാർഡ് മാത്രമേ ഉള്ളൂ. ഇഞ്ചി മുട്ടായും കാശ്. നിന്റെ പൈസ ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല, ചില്ലറയില്ല. മറ്റേ കഷ്ടപ്പെട്ട അവൻ അറിയാതെ എടുത്തു. എന്തിനും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്താവശ്യമുണ്ട്? 9:21 വീട്. വണ്ടി പോട്ടെ. ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേനും 3-4 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ മഴയില്ല, ഒന്നുമില്ല. ആ മഴ ഇവിടെ പെയ്തിട്ടുമില്ല. ആരുമില്ല, ഞായറാഴ്ചയാണല്ലോ. മറ്റേ CPM-ൻ്റെ PVFI എന്നാ അത് മഞ്ഞാലല്ലോ, ഒന്നും കാണത്തില്ല അവിടെ. മൊത്തം പോയി മങ്ങി കിടക്കുക. ശരി, വീട്ടിൽ വരെ.
കാണത്തില്ലടി, ഇത്രയല്ലേ കാണത്തുള്ളൂ. ഇത് ആ ഇതിൻ്റെ അങ്ങേയറ്റോ. ഇത് പക്ഷേ 10ാം ക്ലാസ് വരെ ഇവിടെ, ഒരു +2 അപ്പുറത്ത്. ആ അതെ. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എന്താ ഇവിടെ മഴ, ജയമഴ ജയമഴ. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം മഴ പെയ്യുവാണല്ലോ. എന്നാ ചെയ്യും? കുത്തി മറിയണോ? ആരാണ് ആ വണ്ടി കയറി കിടന്ന് മരിച്ചിറങ്ങുന്നു? അതിനെ കണ്ടിട്ടുണ്ടോ പിടിച്ച്? ഇപ്പം ജീവനുള്ളതിനെ കണ്ടായിരുന്നല്ലോ. ഇതെങ്ങനെ കയറിപ്പോ? നീ ഫ്രണ്ടിൽ പോക്കോ, നിൻ്റെ വീടല്ലേ, നിൻ്റെ ആൾക്കാരാ മൊത്തം. ആ ഞങ്ങളുടെ കൂടെ വന്നാ മുണ്ടക്കയം തൊട്ടുണ്ടായിരുന്നു. ആ മഴ ഞങ്ങൾ മുണ്ടക്കന്ന് ഭയങ്കര മഴയായിരുന്നു. ഇറങ്ങി 18 മിനിറ്റ് ഇങ്ങോട്ട് വണ്ടിയില്ല, ഇവിടെ വന്ന് 1 മണി കഴിഞ്ഞാൽ മഴ തുടങ്ങിയത് അവിടെ. വരുന്നേ അമ്മ പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അമ്മ പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പറയുന്നത് മനസ്സിലാകുന്നില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്, വീഡിയോ കോൾ വിളിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ല അവിടെ ഇറങ്ങാൻ. ബസ്സുകാർ ഞങ്ങൾ പക്ഷെ എന്നും വന്നാലും അതിൽ നോക്കും അവിടെ ആരും ഇരിപ്പുള്ളതാണ്. ഇതാരടി? ഉണ്ട് 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 വണ്ടിയുണ്ട്. ട്രെയിൻ ഓ അക്കുവിൻ്റെ ചിക്കൻ. അക്കുവിൻ്റെയാണോ ചിക്കൻ? പിന്നെ ഭൗതി ഇറങ്ങിപ്പോയോ? വണ്ടി എടുത്തോണ്ട് പോയായില്ലേ പുറകെ കൂടെ? കൂത്താട്ടോളത്ത് പോയിരുന്നു വെറുതെ വൈകിട്ട്. ചോറുണ്ടല്ലോ ഇവിടെ വന്ന് ഉണ്ണാൻ നിർത്താം. ആ തന്നെ പത്തുള്ളതെന്ന് നീ ഉള്ളെന്ന് പറഞ്ഞു. കറണ്ട് വരുന്നു. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയ മഴയാണ്, സൂപ്പർ മഴയാണ്, ഒരു രക്ഷയില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തരാം അല്ലേ? അയ്യോ ഭയങ്കര സ്റ്റൈലാ.
അമ്മ ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ അതോടെ ചെയ്തില്ലേ അമ്മ വാ. ചിലരെ കൊണ്ട് പറ്റും, എല്ലാരെ കൊണ്ടും പറ്റൂല. ഞാൻ അവിടെ കുട്ടിക്കലായിരുന്നു. ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വരാം. പീരുമേടാണ്. അപ്പൊ ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങുമോ? എന്നാ ഓ ആ അങ്ങോട്ട് കയറുമോ? അവിടെ വെള്ളത്തിന്റെ ഇച്ചിരി മുമ്പോട്ട് നിർത്തിയാൽ വെള്ളം ചേച്ചി കറക്റ്റ് വെള്ളത്തിനകത്ത് ചേച്ചീനെ അവിടെ നിർത്തി ചേച്ചി ഇപ്പുറത്തോടെ അല്ല ഇച്ചിരി അങ്ങോട്ട് കയറ്റിയിടാൻ കയറ്റിയിടുവോ ഇറക്കി വരുന്നില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. ആ വണ്ടി അങ്ങോട്ട് ഇച്ചിരി കയറ്റിയിടാൻ പറയാം, അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് വരണം. ഒന്നുകൂടെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അതെ അതെ ശ്രീകുട്ടി അവിടെ സ്റ്റോക്ക് കാണും. പപ്പടം അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു, ഇപ്പം പോയി. പോയേ കുഞ്ഞു കളിക്കാ, പോയേ ഒന്നുമില്ല. നീ ഇതുമായിട്ട് പോകും കേട്ടോ. പച്ചക്കറി ആ പച്ചക്കറി പിടിക്കാൻ ഭയങ്കര പാടാണ്. ഓ കൂട്ടിക്ക് വരുമല്ലോ, ഇപ്പൊ ഇല്ല. ഓ കിട്ടോ പറഞ്ഞോ. നല്ല പണിയാണ്. കരുവേപ്പില അത് നല്ല പണിയാ അക്കൂന് കേട്ടോ. അയ്യോ എനിക്ക് മര്യാദ തന്നെ തല്ലാൻ പറ്റുമോ? മഞ്ഞ് നിൽക്കുന്നുണ്ടോ? മഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്ത് അതിനെക്കാട്ടി കൂടി, പക്ഷെ അന്നേരം സമയം കിട്ടിയില്ല എനിക്ക് എടുക്കാൻ. പോവാം. ഇതുണ്ട് നമ്മളവിടെ ആയി വരുന്നതേ ഉള്ളൂ. തയ്യ മർബി സാഹിബിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന്
മറ്റേ വണ്ടിയാണല്ലോ നമ്മുടെ ഇവിടുത്തെ അന്നത്തെ വണ്ടി. കല്യാണമല്ല ഇന്നല്ല. ഓ കല്യാണോ കഴിഞ്ഞു വന്നോ? പോയേക്കാം. കയറിക്കോ, ചാടി കയറിക്കോ. കോട്ടയം വരെ പോവാം. കയറിക്കോ പക്ഷേ പോകുന്നില്ലേ? വിടറി. മുണ്ടൊക്കെ അവധിയല്ലേ? ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? അല്ല, വീട്ടിൽ വരെ വന്നായിരുന്നു. എന്നെ പിടിച്ചേക്കല്ലേ കിട്ടുകയല്ലേ? മുമ്പിൽ പോയി നിൽക്കാൻ വേണ്ടിയായിരുന്നു. ചായപ്പനോട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരാൻ പറ്റിയല്ല അല്ലേ? അല്ലേ ഇട്ടിട്ടുണ്ട്. ഞാൻ മേടിക്കാം. നീ എപ്പം വരാനാ മേടിച്ചോണ്ട്? പിടിക്കോ? തമിഴ്നാട്ടിലെ റോഡായിരിക്കും എല്ലായിടത്തും നോർത്ത്. എങ്ങനെ ഇട്ടാലേ പാലിനെ ഒഴുകിപ്പോതാ പാത്രത്തിനകത്തല്ലേ? വണ്ടിക്കടി പോവല്ലേ? ജയ ഇവിടെ വർത്താനം പറഞ്ഞ് നിന്ന്. അയ്യോ, നടന്നാ വരുവാ. അവളവിടെ പോസ്റ്റായി വർത്താനം പറഞ്ഞിരിക്കുക.
ഇത് നിന്നോട് ഇത് വരുമ്പോൾ പിടിച്ച് കെട്ടിയിടണമെന്ന് പറഞ്ഞതാണ്. വെളിയിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഏടി ഇതൊക്കെ നിനക്ക് കൊണ്ടുപോകണം. അപ്പോ പാത്രം താ കൊണ്ടുപോകാനുള്ള കൊച്ചിന്. മാറി ഇത് അപ്പേ അപ്പേ എന്നാ വരാ? എടി അതിനകത്ത് എന്നതാ പേടിപ്പിക്കും. പിന്നെ പേടിപ്പിക്കാന്ന് പറഞ്ഞാൽ കാടറന്ന് കാണിച്ചത് സേവ് ആകുന്നില്ലായിരുന്നു. പിന്നെ നോക്കിയിട്ടൊന്നും മറക്കുന്നില്ല. ഇപ്പം ഞാൻ രണ്ടാമത് ഊരിയിട്ടിട്ടപ്പോഴൊക്കെ ഇത്ര നേരം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നല്ലേ. ഇപ്പൊ എന്താണ് കൊച്ചിനെ വഴക്ക് പറയുന്നേ? കൊച്ചെ അടങ്ങിയിരിക്കണം. നാരായണ ജലദിയാവോ?